ഹായ് ഹലോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബ്രൂസ്ലി PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ആനുകാലിക വിവരങ്ങളിൽ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പോവുകയാണ്. PSC ഈ അടുത്തായിട്ട് ചോദിച്ച കുറച്ചധികം ചോദ്യങ്ങളും അതുപോലെ തന്നെ പുതിയ കുറച്ച് ചോദ്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മോസ്റ്റ്ലി നമുക്ക് ഈ അടുത്ത് ചോദിച്ച ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റിന് നമ്മളൊരു കട്ട് ഓഫ് നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. അത് ഈ ഒരു എക്സാമിൻ്റെ അവസാനം പറയുന്നതാണ്. അപ്പോൾ എല്ലാവരും മോക്ക് ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു OMR ഷീറ്റ് അല്ലെങ്കിൽ OMR ഷീറ്റ് ഇപ്പോൾ കയ്യിലില്ലാത്തവരാണെങ്കിൽ ഒരു ബുക്ക് എടുക്കുക, പേന എടുക്കുക, ഓപ്ഷൻ ഏതാണെന്ന് എഴുതി പോവുക. കറക്റ്റായിട്ടുള്ളത് അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, തിരുത്തിക്കൂടെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മോക്ക് ടെസ്റ്റിന് കട്ട് ഓഫ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൽ കട്ട് ഓഫ് കുറഞ്ഞു വന്നാലും ശരി തന്നെ കൂടി വന്നാലും ശരി തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾ ഈ ഒരു കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ മാർക്ക് കിട്ടിയവർക്ക് കൂടിയ മാർക്ക് കിട്ടിയവരെ കണ്ടിട്ട് അവരുടെ അടുത്തേക്ക് എത്താനുള്ളൊരു ശ്രമം നടത്താനായിട്ട് പറ്റും. സോ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഓരോരോ ചോദ്യങ്ങളിലോട്ട് കിടക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. അറിയാത്ത ചോദ്യങ്ങൾ വിട്ട് തന്നെ പോവുക, എഴുതണ്ട. അറിയാവുന്നുള്ള, അതായത് 100% നിങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന് തോന്നുന്ന ചോദ്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, നമുക്ക് നോക്കാം ഓരോരോ ചോദ്യങ്ങളായി. താഴെ പറയുന്നവയിൽ ഏതു രാജ്യത്താണ് അടുത്തിടെ ജെൻസി വിപ്ലവം അരങ്ങേറിയത്? ഓപ്ഷൻ എ മ്യാൻമാർ, ഓപ്ഷൻ ബി ഭൂട്ടാൻ, ഓപ്ഷൻ സി നേപ്പാൾ, ഓപ്ഷൻ ഡി ശ്രീലങ്ക. ആൻസർ ഓപ്ഷൻ സി നേപ്പാൾ. ജെൻസി വിപ്ലവം എവിടെയായിരുന്നു? നേപ്പാൾ. രണ്ടാമത്തെ ചോദ്യമാണ്, ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയായി ജഗദീപ് ധൻഖർ അനാരോഗ്യം കാരണം രാജിവെച്ചത് എന്നാണ്? ഓപ്ഷൻ എ 2025 ജൂൺ 21, ഓപ്ഷൻ ബി 2025 ജൂലൈ 21, സി 2025 ജൂലൈ 20, ഡി 2025 ജൂൺ 20. ആൻസർ ഓപ്ഷൻ ബി 2025 ജൂലൈ 21. 2025 ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 68 ക്ലോസ് 2, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 66 ക്ലോസ് 2, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 65 ക്ലോസ് 2, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 63. ആൻസർ ഓപ്ഷൻ എ ആർട്ടിക്കിൾ 68 ക്ലോസ് 2. നാലാമത്തെ ചോദ്യം, 2025 നടന്ന ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ എത്ര ഇലക്ട്രൽ വോട്ടുകൾ നേടിക്കൊണ്ടാണ് CP രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി മാറിയത്? ഓപ്ഷൻ എ 452, ബി 462, സി 432, ഡി 464. ആൻസർ ഓപ്ഷൻ എ ആണ് 452. 452 ആണ് ആൻസർ. അഞ്ചാമത്തെ ചോദ്യം, ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ CP രാധാകൃഷ്ണന്റെ എതിർ സ്ഥാനാർത്ഥി ആരായിരുന്നു? ഓപ്ഷൻ എ സി സുദർശൻ റെഡ്ഡി, ബി എ സുദർശൻ റെഡ്ഡി, സി ബി സുദർശൻ റെഡ്ഡി, ഡി CP സുദർശൻ റെഡ്ഡി. ആൻസർ ഓപ്ഷൻ സി ആണ് ബി സുദർശൻ റെഡ്ഡി. ആറാമത്തെ ചോദ്യം, കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന എത്രാമത്തെ വ്യക്തിയാണ് സി സദാനന്ദൻ? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 8. ആൻസർ ഓപ്ഷൻ ഡി 8. ഏഴാമത്തെ ചോദ്യം, ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ഓപ്ഷൻ എ പ്രദീപ് കുമാർ റാവത്ത്, ഓപ്ഷൻ ബി വേണു രാജ്മണി, ഓപ്ഷൻ സി മനോജ് ഭാരതി, ഓപ്ഷൻ ഡി വിക്രം മിശ്രി. ആൻസർ ഓപ്ഷൻ എ പ്രദീപ് കുമാർ റാവത്ത്. ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ അംബാസഡറാണ് പ്രദീപ് കുമാർ റാവത്ത്. എട്ടാമത്തെ ചോദ്യം, 2025 71 ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ കാത്തു, ഓപ്ഷൻ ബി നീലു, ഓപ്ഷൻ സി കേശു, ഓപ്ഷൻ ഡി മിട്ടു. ആൻസർ ഓപ്ഷൻ എ കാത്തു ആണ്. കാത്തു എന്ന കാക്കയാണ് ആൻസറായിട്ട് വരുന്നത്.
9. 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളായ ടീം ഏതാണ്? ഓപ്ഷൻ എ കാരിച്ചൽ ചുണ്ടൻ, ബി ചമ്പക്കുളം ചുണ്ടൻ, സി നടുഭാഗം ചുണ്ടൻ, ഡി വിയ്യാപുരം ചുണ്ടൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ് വിയ്യാപുരം ചുണ്ടൻ. 10ാമത്തെ ചോദ്യം, ഭരണഘടനയിലെ ഏത് അനുച്ഛേദം ചൂണ്ടിക്കാട്ടിയാണ് ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ രാഷ്ട്രപതിക്ക് രാജിക്കത്ത് സമർപ്പിച്ചത്? ഓപ്ഷൻ എ 66A, ഓപ്ഷൻ ബി 66, ഓപ്ഷൻ സി 68, ഓപ്ഷൻ ഡി 67A. ആൻസർ ഓപ്ഷൻ ഡി ആണ് 67A. 11ാമത്തെ ചോദ്യം, 2024 സാഹിത്യ നോബൽ പുരസ്കാരം നേടിയ ഹാൻഗാങ്ങിന്റെ സ്വദേശം എവിടെയാണ്? ഓപ്ഷൻ എ ജപ്പാൻ, ഓപ്ഷൻ ബി നോർവേ, ഓപ്ഷൻ സി ദക്ഷിണ കൊറിയ, ഓപ്ഷൻ ഡി അമേരിക്ക. ആൻസർ ഓപ്ഷൻ സി ദക്ഷിണ കൊറിയ. 12ാമത്തെ ചോദ്യം, 2025 നടന്ന IPL സീസണിൽ ഏത് ടീമിന്റെ ഭാഗമായാണ് മലയാളിയായ വിഘ്നേഷ് പുത്തൂർ കളിച്ചത്? എ ചെന്നൈ സൂപ്പർ കിങ്സ്, ബി രാജസ്ഥാൻ റോയൽസ്, സി മുംബൈ ഇന്ത്യൻസ്, ഡി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ആൻസർ ഓപ്ഷൻ സി മുംബൈ ഇന്ത്യൻസ്. 13. 2023-25 നടന്ന ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ആകെ എത്ര ടീമുകളാണ് പങ്കെടുത്തത്? എ 9, ബി 10, സി 8, ഡി 12. ആൻസർ ഓപ്ഷൻ എ 9. 14. 2025 ജൂലൈ 15 ലോകാരോഗ്യ സംഘടന ഏത് ആഫ്രിക്കൻ രാജ്യത്തെയാണ് ട്രോക്കോമ വിമുക്തമായി പ്രഖ്യാപിച്ചത്? എ സുഡാൻ, ബി സെനഗൽ, സി കെനിയ, ഡി അങ്കോള. ആൻസർ ഓപ്ഷൻ ബി ആണ് സെനഗൽ. 15. നാവിക വ്യോമയാനത്തിന്റെ യുദ്ധവിമാന വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആരാണ്? എ റീത സിംഗ്, ബി വർത്തിക ജോഷി, സി പായൽ ഗുപ്ത, ഡി ആസ്ത പുനിയ. ആൻസർ ഓപ്ഷൻ ഡി ആസ്ത പുനിയ. 16. ഉത്തർപ്രദേശിലെ ജലാലാബാദ് പട്ടണത്തിന്റെ പുതിയ പേര് എന്താണ്? എ പരശുറാംപുരി, ബി രാംനഗർ, സി ശിവപുരി, ഡി ഹനുമാൻ ഗർഹി. ആൻസർ ഓപ്ഷൻ എ ആണ് പരശുറാംപുരി. 17. ലോക ഗെയിംസിൽ വിഷു വിഭാഗത്തിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയ കായിക താരം ആരാണ്? എ പൂനം ഖത്രി, ബി സന്ധ്യ റാണി, സി അനിത ദേവി, ഡി നമ്രത ബത്ര. ആൻസർ ഡി നമ്രത ബത്ര. 2025 ഓഗസ്റ്റ് 15 മരണമടഞ്ഞ എൽ ഗണേശൻ ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറായിരുന്നു? എ മിസോറാം, ബി മണിപ്പൂർ, സി നാഗാലാൻഡ്, ഡി ത്രിപുര. ആൻസർ ഓപ്ഷൻ സി നാഗാലാൻഡ്. 19. 2025 ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിറ്റി ഇൻഡെക്സിൽ ഏറ്റവും ഉയർന്ന റാങ്ക് നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? എ മുംബൈ, ബി ഡൽഹി, സി ബംഗളൂരു, ഡി ചെന്നൈ. ആൻസർ ഓപ്ഷൻ സി ആണ് ബംഗളൂരു. 20ാമത്തെ ചോദ്യം, ഏത് രാജ്യം വികസിപ്പിച്ചെടുത്ത സർഫസ് ടു എയർ മിസൈൽ സംവിധാനമാണ് HQ-16? ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ഫ്രാൻസ്, ഓപ്ഷൻ സി ഇന്ത്യ, ഓപ്ഷൻ ഡി റഷ്യ. ആൻസർ ഓപ്ഷൻ എ ചൈന. 21. മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെ പദ്ധതി? എ പുനർഗേഹം, ബി പുനർഗ്രഹം, സി പുനർജനനി, ഓപ്ഷൻ ഡി പുനർജീവനം. ആൻസർ ഓപ്ഷൻ എ ആണ് പുനർഗേഹം. 22ാമത്തെ ചോദ്യം,
മെഡിസെപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഒരു വർഷത്തെ കവറേജ് എത്ര രൂപയായിട്ടാണ് അടുത്തിടെ കേരള സർക്കാർ വർദ്ധിപ്പിച്ചത്? എ 2 ലക്ഷം, ബി 3 ലക്ഷം, സി 5 ലക്ഷം, ഡി 10 ലക്ഷം. ആൻസർ ഓപ്ഷൻ സി ആണ് 5 ലക്ഷം. 23ാമത്തെ ചോദ്യം. സാമൂഹിക നീതി വകുപ്പ് സംഘടിപ്പിക്കുന്ന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകിട്ട് 2025ന്റെ വേദി എവിടെ? എ തൃശൂർ, ബി എറണാകുളം, സി കോഴിക്കോട്, ഡി കൊല്ലം. ആൻസർ ഓപ്ഷൻ സി ആണ് കോഴിക്കോട്. 24. 2025 ഓഗസ്റ്റ് 5-ന് മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായ ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? എ ജാർഖണ്ഡ്, ബി മേഘാലയ, സി ഉത്തരാഖണ്ഡ്, ഡി ഉത്തർപ്രദേശ്. ആൻസർ ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ്. ലാസ്റ്റ് ചോദ്യം 25ാമത്തെ ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തര മന്ത്രിസ്ഥാനം അലങ്കരിക്കുക എന്ന നേട്ടത്തിന് അർഹനായത്? എ രാജ്നാഥ് സിംഗ്, ബി അമിത്ഷാ, സി എസ് ജയശങ്കർ, ഡി LK അദ്വാനി. ആൻസർ ഓപ്ഷൻ ബി അമിത്ഷാ. ഓക്കെ, ഇന്നത്തെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 16 മാർക്കാണ് 25-ന്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയൊരു വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക. അതുവരേക്കും നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.